വെൽക്കം ബാക്ക് ടു സിയ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സാണിത്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് സെൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ, സെല്ല് അതിൻ്റെ ജീനോമിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ സെല്ലിൻ്റെ മറ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ സിന്തസിസും ആൻഡ് ഇവൻച്വലി ഡിവൈഡ് ഇൻ ടു 2 ഡോട്ടർ സെൽസ്, ഈ 2 ഡോട്ടർ സെൽസ് ഉണ്ടാവുന്നതും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സീക്വൻസ് ഓഫ് ഇവൻസിനെയാണ് സെൽ സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഫേസസ് ഓഫ് സെൽ സൈക്കിൾ. ഈ ഒരു സെൽ സൈക്കിളിനെ നമ്മൾ 2 ബേസിക് ഫേസസ് ആയിട്ടാണ് അതിനെ തിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഇൻ്റർഫേസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് എം ഫേസ് അല്ലെങ്കിൽ മൈറ്റോസിസ് ഫേസ്. അപ്പോൾ ഈ എം ഫേസ് എന്ന് പറയുന്നത് മൈറ്റോസിസ് അല്ലെങ്കിൽ ഒരു ആക്ച്വൽ സെൽ ഡിവിഷൻ നടക്കുന്ന ആ ഒരു ഫേസിനെയാണ് എം ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എം ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂക്ലിയർ ഡിവിഷൻസിലൂടെയാണ്. ദെൻ കറസ്പോണ്ടിങ് ടു ദ സെപ്പറേഷൻ ഓഫ് ഡോട്ടർ ക്രോമസോംസ്. അതിനുശേഷം ഈ സെപ്പറേഷൻ ഓഫ് ഡോട്ടർ ക്രോമസോംസ് അല്ലെങ്കിൽ കാരിയോ കൈനസിസ് നടക്കുന്നു ആൻഡ് യൂഷ്വലി എൻഡ് വിത്ത്, അത് ലാസ്റ്റ് അവസാനിക്കുന്നത് ദ ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൻ്റെ ഡിവിഷനോടെയാണ്. അതിന് നമ്മൾ സൈറ്റോകൈനസിസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻ്റർഫേസ്. അപ്പോൾ ഇൻ്റർഫേസ് എന്ന് വെച്ചാൽ എന്താ? ഇൻ്റർഫേസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദ ഫേസ് ബിറ്റ്വീൻ 2 സക്സസീവ് എം ഫേസ്. 2 സക്സസീവ് എം ഫേസിൻ്റെ ആ ഒരു ഫേസിനെയാണ്, അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഫേസിനെയാണ് ഇൻ്റർഫേസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ ഇൻ്റർഫേസ് ദ കോൾഡ് ദ റെസ്റ്റിംഗ് ഫേസ്. ഇൻ്റർഫേസിനെ റെസ്റ്റിംഗ് ഫേസ് എന്നും വിളിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ദ ടൈം ഡ്യൂറിങ് വിച്ച് ദ സെൽ ഈസ് പ്രിപ്പയറിംഗ് ഫോർ ഡിവിഷൻ ബൈ undergoing both cell growth and DNA replication in an orderly manner. അതായത് ഇൻ്റർഫേസിന് റെസ്റ്റിംഗ് ഫേസ് അല്ലെങ്കിൽ വിശ്രമഘട്ടം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊരു ടൈമാണ്. അതായത് ഈ ഒരു സെൽ റെപ്ലിക്കേഷനും സെൽ ഗ്രോത്തും നടക്കുന്നത് വഴി ഈ ഒരു സെല്ലിന് സെൽ ഡിവിഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ടൈമിനെയാണ് റെസ്റ്റിംഗ് ഫേസ് അല്ലെങ്കിൽ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ സെല്ലിൻ്റെ സെൽ സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 24 hours ആണ്. അതിൽ ഈ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് പ്രോപ്പർലി ലാസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് നീണ്ടു നിൽക്കുന്നത് ഏകദേശം ഒരു മണിക്കൂറോളമാണ്. ഇൻ്റർഫേസിനെ 3 ഫർദർ സ്റ്റേറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഫർദർ ഫേസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് G1 ഫേസ് അല്ലെങ്കിൽ ഗ്യാപ്പ് 1 ഫേസ് എന്ന് പറയുന്നു. എസ് ഫേസ് അല്ലെങ്കിൽ സിന്തസിസ് ഫേസ് എന്ന് പറയുന്നു. മൂന്നാമത്തെയാണ് G2 ഫേസ് അല്ലെങ്കിൽ ഗ്യാപ്പ് 2 ഫേസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് G1 ഫേസ് എന്ന് പറഞ്ഞാൽ? G1 ഫേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻ്റർവൽ ബിറ്റ്വീൻ മൈറ്റോസിസ് ആൻഡ് ഇനീഷ്യേഷൻ ഓഫ് DNA റെപ്ലിക്കേഷൻ. അതായത് DNA റിപ്ലിക്കേഷൻ, ആ ഇനീഷ്യേഷൻ ഓഫ് DNA റിപ്ലിക്കേഷൻ്റെയും മൈറ്റോസിസിൻ്റെയും ഇടയിലുള്ള ആ ഒരു ഇൻ്റർവെല്ലിനെയാണ് G1 ഫേസ് അല്ലെങ്കിൽ ഗ്യാപ്പ് 1 ഫേസ് എന്ന് പറയുന്നത്. ഈ ഒരു G1 ഫേസ് നടക്കുന്ന സമയത്ത് സെൽ ഈസ് മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിരിക്കും. സെല്ല് മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിരിക്കും ആൻഡ് കണ്ടിന്യൂസ്ലി ഗ്രോസ്, അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബട്ട് ഡു നോട്ട് റെപ്ലിക്കേറ്റ് ഇറ്റ്സ് DNA. പക്ഷേ അതിൻ്റെ DNAനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. എസ് ഓർ സിന്തസിസ് ഫേസ് എന്ന് പറഞ്ഞാൽ DNA റെപ്ലിക്കേഷനോ അല്ലെങ്കിൽ DNA സിന്തസിസോ നടക്കുന്ന ആ ഒരു പീരീഡിനെയാണ് നമ്മൾ സിന്തസിസ് ഫേസ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് ദ എമൗണ്ട് ഓഫ് DNA പെർ സെൽ ഡബിൾസ്, അതായത് ഈ DNA പെർ സെൽ എന്ന് പറയുന്നത് ഡബിൾ ആയിരിക്കും ഈ ഒരു ടൈമിൽ സിന്തസിസിൻ്റെ ഫേസിൽ. ഇൻ എനിമൽ സെൽസ് ഡ്യൂറിങ് എസ് ഫേസ്, എനിമൽ സെൽസിൽ ഈ ഒരു എസ് ഫേസ് നടക്കുന്ന സമയത്താണെങ്കിൽ DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബിഗിൻസ് ഇൻ ദ ന്യൂക്ലിയസിലാണ് ഇത് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. ആൻഡ് ദ സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇൻ ദ സൈറ്റോപ്ലാസം. സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ്. എന്താ പറയുന്നത്? എനിമൽ സെല്ലിലാണെങ്കിൽ എസ് ഫേസിൻ്റെ സമയത്ത് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് ന്യൂക്ലിയസിലും സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് സൈറ്റോപ്ലാസത്തിലും വെച്ചിട്ടാണ്. ഇനി മൂന്നാമത്തെ ഫേസാണ് G2 ഫേസ് അല്ലെങ്കിൽ ഗ്യാപ്പ് 2 ഫേസ് എന്ന് പറയുന്നത്. ഇവിടെ പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ് ഇൻ പ്രിപ്പറേഷൻ ഫോർ മൈറ്റോസിസ് വൈൽ സെൽ ഗ്രോത്ത് കണ്ടിന്യൂസ്. അതായത് സെൽ ഗ്രോത്ത് നടക്കുന്നതിനോടൊപ്പം തന്നെ മൈറ്റോസിസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മൈറ്റോസിസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസും അവിടെ സിന്തസിസ് ചെയ്യുന്നുണ്ട്. ക്യൂസൻ സ്റ്റേജ് അല്ലെങ്കിൽ G0 സ്റ്റേജ്, അതായത് അഡൾട്ട് ആയിട്ടുള്ള ചില എനിമൽസിൻ്റെ ചില സെല്ലുകൾ അവ എക്സിബിറ്റ് ചെയ്യുന്നില്ല. സെൽ ഡിവിഷൻ എക്സിബിറ്റ് ചെയ്യുന്നില്ല. എക്സാമ്പിളാണ് ഹാർട്ട് സെൽസുകൾ. പിന്നെ അതുകൂടാതെ മറ്റ് സെല്ലുകളാണെന്നുണ്ടെങ്കിലോ അവ ഒക്കേഷണലി മാത്രമേ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. അതായത് ചില സമയത്ത് അല്ലെങ്കിൽ ഇടയ്ക്കിടെ മാത്രമേ അത്തരം സെല്ലുകൾ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ.
അത്തരത്തിലുള്ള, അതായത് ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യാത്ത സെല്ലുകൾ ഈ G1 ഫേസിൽ നിന്നും അത് ഒരു ഇനാക്ടിവേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലോട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജാണ് ക്യൂസെൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിലോട്ട് ഇതിന് ഈ ഒരു സെല്ലുകൾ എൻ്റർ ചെയ്യുന്നു. സെൽ ഡിവിഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു മൈറ്റോട്ടിക് ഡിവിഷൻ ആൻഡ് മിയോട്ടിക് ഡിവിഷൻ. മൈറ്റോട്ടിക് ഡിവിഷൻ എന്നും മിയോട്ടിക് ഡിവിഷൻ എന്നും ആയിട്ട് രണ്ടായിട്ട് ഈ ഒരു സെൽ ഡിവിഷനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നത് റീപ്രൊഡക്റ്റീവ് സെൽ ഒഴികെയുള്ള ബാക്കി എല്ലാ സെല്ലുകളിലും മൈറ്റോട്ടിക് ഡിവിഷനാണ് നടക്കുന്നത്. എന്നാൽ മിയോട്ടിക് ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ അത് റീപ്രൊഡക്റ്റീവ് സെൽസിൽ മാത്രമായിട്ടാണ് നടക്കുന്നത്. മൈറ്റോട്ടിക് ഡിവിഷനെ നമ്മൾ ജനറലി എം ഫേസ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എം ഫേസിനെ കുറിച്ചിട്ട് നോക്കാം. പാരൻറ്റിലും പ്രോജനിയിലും ഒരേ നമ്പർ ക്രോമസോംസ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ അതിലത്തെ ക്രോമസോമിൻ്റെ നമ്പർ എന്ന് പറയുന്നത് സെയിം ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഇക്വേഷണൽ ഡിവിഷൻ. അതിനെ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വിളിക്കുന്നുണ്ട്. ഇതിന് 4 സ്റ്റേജസ് ആണുള്ളത്: പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. പ്രോഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫേസ് വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കാരിയോജെനിസിസ്. മൈറ്റോസിസിൻ്റെ കാരിയോജെനിസിസിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് പ്രോഫേസ് എന്ന് പറയുന്നത്. അതിനെ ഫോളോ ചെയ്തിട്ടാണ് എസ് ഫേസും അതുപോലെ തന്നെ G2 ഫേസും വരുന്നത്. സെൽസ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോഫേസിൻ്റെ എൻഡിൽ സെൽസിനെ നമ്മൾ അണ്ടർ മൈക്രോസ്കോപ്പിൽ വെച്ച് നമ്മൾ വ്യൂ ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് ഗോൾജി കോംപ്ലക്സുകളോ അതുപോലെ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമോ ന്യൂക്ലിയോലസോ ആൻഡ് ന്യൂക്ലിയർ എൻവലപ്പോ നമുക്ക് കാണാനായിട്ട് പറ്റുകയില്ല. ദിസ് വിൽ ഡിസപ്പിയർ ഇൻ ഏർലി പ്രോഫേസ്. ഇതെല്ലാം ഏർലി പ്രോഫേസിൽ അത് ഡിസപ്പിയർ ആവുന്നു. ന്യൂക്ലിയർ എൻവലപ്പിൻ്റെ ഒരു കംപ്ലീറ്റ് ഡിസ്ഇൻറ്റഗ്രേഷൻ കാണിക്കുന്നത് ദ സെക്കൻഡ് ഫേസ് ഓഫ് മൈറ്റോസിസ് അവിടെ തുടങ്ങുകയായി എന്നാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ, ഈ ന്യൂക്ലിയർ എൻവലപ്പിൻ്റെ ഡിസ്ഇൻറ്റഗ്രേഷൻ സംഭവിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ഈ ക്രോമസോംസ് ആർ സ്പ്രെഡ് ത്രൂ ദ സൈറ്റോപ്ലാസം ഓഫ് ദ സെല്ല്. ഈ സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിലൂടെ ഈ ഒരു ക്രോമസോംസ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. ഇറ്റ് ഈസ് ദ സ്റ്റേജ് which morphology of chromosomes is most easily studied. ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്രോമസോംസിൻ്റെ മോർഫോളജിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഈസിലി നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് കൂടിയാണ് ഈ മെറ്റാഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ടു ദ കൈനറ്റോകോഴ്സ് ഓഫ് ദ ക്രോമസോംസ്. ഈ ക്രോമസോംസ് ആർ മൂവ്ഡ് ടു ദ സ്പിൻഡിൽ ഇക്വേറ്ററിലോട്ട് ക്രോമസോംസ് മൂവ് ചെയ്യുന്നു ആൻഡ് ഗെറ്റ് അലൈൻഡ് അലോങ് മെറ്റാഫേസ് പ്ലേറ്റ് ത്രൂ സ്പിൻഡിൽ ഫൈബേഴ്സ് ടു ബോത്ത് പോൾസ്. മെറ്റാഫേസ് പ്ലേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ദ പ്ലെയിൻ ഓഫ് അലൈൻമെൻറ്റ് ഓഫ് ദ ക്രോമസോംസ് അറ്റ് മെറ്റാഫേസ് ഈസ് റെഫേഴ്സ് ടു ആസ് ദ മെറ്റാഫേസ് പ്ലേറ്റ്. അതായത് ഈ ഒരു ക്രോമസോമിൻ്റെ ഒരു പ്ലെയിൻ ഓഫ് അലൈൻമെൻറ്റ്, ഈ മെറ്റാഫേസിലുള്ള ഒരു പ്ലെയിൻ ഓഫ് അലൈൻമെൻറ്റ്, അതിനെയാണ് നമ്മൾ മെറ്റാഫേസ് പ്ലേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺഗ്രഷൻ എന്നറിയപ്പെടുന്ന ഒരു പ്രോസസ്സ് വഴിയാണ് ഈ ഒരു മെറ്റാഫേസ് പ്ലേറ്റിൽ ഈ ക്രോമസോംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അനാഫേസ് സ്റ്റേജ് ക്യാരക്ടറൈസ്ഡ് ബൈ, ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സെൻട്രോമിയേഴ്സ് എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു ആൻഡ് ക്രോമാറ്റിഡ് സെപ്പറേറ്റ്. സെൻട്രോമിയേഴ്സ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റഡ് ആവുന്നു. ദെൻ ക്രോമാറ്റിഡ്സ് മൂവ്സ് ഓപ്പോസിറ്റ് ടു ദ പോൾസ്. ഈ പോൾസിൻ്റെ ഓപ്പോസിറ്റിലോട്ട് ഇത് മൂവ് ചെയ്യുന്നു. അതാണ് അനാഫേസിൽ സംഭവിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ടീലോഫേസിൽ എന്താ സംഭവിക്കുന്നത്? ക്രോമസോംസ് ക്ലസ്റ്റേഴ്സ് അറ്റ് ഓപ്പോസിറ്റ് സ്പിൻഡിൽ പോൾസ് ആൻഡ് ദെയർ ഐഡൻറ്റിറ്റി ഈസ് ലോസ്റ്റ് ആസ് ഡിസ്ക്രീറ്റ് എലമെൻറ്റ്സ്. ക്രോമസോംസ് ടേൺസ് ഇൻ ടു ക്രോമാറ്റിൻ. ഇവിടെ ക്രോമസോംസ് ക്രോമാറ്റിനായിട്ട് മാറുന്നു. ന്യൂക്ലിയർ എൻവലപ്പ് ഡെവലപ്പ് അറൗണ്ട് ദ ക്രോമസോം ക്ലസ്റ്റേഴ്സ്. ഓരോ ക്രോമസോം ക്ലസ്റ്റേഴ്സിന് ചുറ്റുമായിട്ടൊരു ന്യൂക്ലിയർ എൻവലപ്പ് വരുന്നു അറ്റ് ഈച്ച് പോൾ, 2 പോൾസുമായിട്ട്, ആൻഡ് ഫോമിങ് 2 ഡോട്ടർ ന്യൂക്ലിയൈ. അങ്ങനെ 2 ഡോട്ടർ ന്യൂക്ലിയൈ ഫോം ചെയ്യുന്നു. ന്യൂക്ലിയോലസ്, ഗോൾഗി കോംപ്ലക്സ് ആൻഡ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലർ റീഫോംസ്. എന്താ സംഭവിക്കുന്നത്? ന്യൂക്ലിയോലസ്, ഗോൾഗി കോംപ്ലക്സ് ആൻഡ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലർ റീഫോം ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നതാണ് സൈറ്റോകൈനസിസ് എന്ന് വെച്ചാൽ ദ സെൽ ഇറ്റ് സെൽഫ് ഡിവൈഡ് ഇൻ ടു 2 ഡോട്ടർ സെൽസ് ബൈ ദ സെപ്പറേഷൻ ഓഫ് സൈറ്റോപ്ലാസം കോൾഡ് സൈറ്റോകൈനസിസ്. എന്താ സൈറ്റോകൈനസിസ്? ഈ 2 സെല്ല് അത് ഇറ്റ് സെൽഫ് ഡിവൈഡഡ് ഇൻ ടു 2 ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്നു ബൈ ദ സെപ്പറേഷൻ ഓഫ് സൈറ്റോപ്ലാസത്തിൻ്റെ സെപ്പറേഷൻ വഴി. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത്. അനിമൽ സെൽസിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈറ്റോകൈനസിസ് അച്ചീവ് ചെയ്യുന്നത് ദ അപ്പിയറൻസ് ഓഫ് എ
ഫെറോ, ഈ പ്ലാസ്മ മെംബ്രെയിനിൽ ഒരു ഫെറോ അപ്പിയർ ചെയ്യുന്നത് വഴിയാണ് ഇതിൻ്റെ ഒരു സൈറ്റോകൈനസിസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഫെറോ എന്നിട്ട് ഗ്രാജുവലി അത് ഡീപ്പൻ ചെയ്യുന്നു. അതിനുശേഷം ഇത് ഈ ഒരു അൾട്ടിമേറ്റ്ലി ജോയിൻസ് ഇൻ ദ സെൻറ്റർ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ സൈറ്റോപ്ലാസത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ പ്ലാന്റ് സെല്ലിലാണെങ്കിൽ ഇവിടെ വാൾ ഫോർമേഷനാണ് നടക്കുന്നത്. വാൾ ഫോർമേഷൻ നടക്കുന്നു. അതെവിടെയാണ് നടക്കുന്നത്? ഈ സെൻറ്റർ ഓഫ് ദ സെല്ല് വെച്ച് നടക്കുന്നു. എന്നിട്ട് അത് ഗ്രോ ചെയ്യുന്നു. ഗ്രോസ് ഔട്ട്വാർഡ് ടു മീറ്റ് എക്സിസ്റ്റിംഗ് ലേറ്ററൽ വാൾസ്. മിയോസിസ് എന്ന് വെച്ചാൽ അതൊരു സ്പെഷ്യലൈസ്ഡ് കൈൻഡ് ഓഫ് സെൽ ഡിവിഷനാണ്. അതെന്ത് ചെയ്യുന്നു, ഈ ഒരു ക്രോമസോമിൻ്റെ നമ്പറിനെ അത് ഹാഫായിട്ട് റിഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. റിഡ്യൂസസ് ദ ക്രോമസോം നമ്പർ ബൈ ഹാഫായിട്ട് റിഡ്യൂസ് ചെയ്യുന്നു, റിസൾട്ടിങ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസ്. അങ്ങനെ എന്ത് സംഭവിക്കുന്നു, ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഡോട്ടർ സെൽസിൻ്റെ പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നു. ഇത്തരത്തിലുള്ള ഡിവിഷൻസിനെയാണ് നമ്മൾ മിയോസിസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. മിയോസിസ് ഇൻവോൾവ്സ് 2 സീക്വൻഷ്യൽ സൈക്കിൾസ് ഓഫ് ന്യൂക്ലിയർ ആൻഡ് സെൽ ഡിവിഷൻ. ന്യൂക്ലിയർ ഡിവിഷൻ്റെയും സെൽ ഡിവിഷൻ്റെയും ആയിട്ട് 2 സീക്വൻഷ്യൽ സൈക്കിൾസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതിനെയാണ് മിയോസിസ് 1 എന്നും മിയോസിസ് 2 എന്നും പറയുന്നത്. പക്ഷേ ഇതിൽ ഒരു സിംഗിൾ സൈക്കിൾ ഓഫ് DNA റെപ്ലിക്കേഷൻ മാത്രമാണ് ഇതിൽ നടക്കുന്നത്. മിയോസിസ് 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇനീഷ്യേറ്റഡ് ആഫ്റ്റർ ദ പാരൻ്റൽ ക്രോമസോംസ് ഹാവ് റെപ്ലിക്കേറ്റഡ് ടു പ്രൊഡ്യൂസ് ഐഡൻറ്റിക്കൽ സിസ്റ്റർ ക്രൊമാറ്റിഡ് അറ്റ് ദ എസ് ഫേസ്. എസ് ഫേസിൽ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് ഈ ക്രോമസോംസ് റെപ്ലിക്കേറ്റഡ് ആവുന്ന, പാരൻ്റൽ ക്രോമസോംസ് റെപ്ലിക്കേറ്റഡ് ആയതിനു ശേഷമാണ് ഈ ഒരു മിയോസിസ് 1 ഇനീഷ്യേറ്റഡ് ആവുന്നത്. മിയോസിസ് ഇൻവോൾവ്സ് pairing of homologous chromosomes and recombination between non-sister chromatid of homologous chromosomes. എന്താണ് മിയോസിസിൽ വേറെ എന്താ സംഭവിക്കുന്നത്? ഹോമോലോഗസ് ആയിട്ടുള്ള ക്രോമസോംസിൻ്റെ പെയറിങ് നടക്കുന്നുണ്ട്. അതുപോലെ റീകോമ്പിനേഷൻ, ഈ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സിൻ്റെ എന്ത് സംഭവിക്കുന്നു, ഒരു റീകോമ്പിനേഷനും അവിടെ നടക്കുന്നുണ്ട്. 4 ഹാപ്ലോയിഡ് സെൽസ് ആർ ഫോംഡ് അറ്റ് ദ എൻഡ് ഓഫ് മിയോസിസ് 2. മിയോസിസ് 2 കഴിയുന്ന ആ ഒരു സമയത്ത് 4 ഹാപ്ലോയിഡ് സെൽസാണ് അവിടെ ഫോം ചെയ്യുന്നത്. മിയോസിസ് 1 വരുന്ന ഫേസസ് പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് 1. മിയോസിസ് 2 വരുമ്പോൾ പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ടീലോഫേസ് 2. ഇനി നമുക്ക് മിയോസിസ് 1 നോക്കാം. അടുത്ത പ്രോഫേസ് 1. പ്രോഫേസ് 1 എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിന് അതിൻ്റെ ക്രോമസോമൽ ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ട് 5 ഫേസസ് ആയിട്ട് അതിനെ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനസിസ്. ലെപ്റ്റോട്ടീൻ ഈ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഈ ഒരു ഫേസിൽ ക്രോമസോംസ് ബിക്കം ഗ്രാജുവലി വിസിബിൾ. നമ്മൾ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ക്രോമസോംസ് വിസിബിൾ ആയിരിക്കും. ദ കോമ്പാക്ഷൻ ഓഫ് ക്രോമസോംസ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ലെപ്റ്റോട്ടീൻ. നെക്സ്റ്റ് സ്റ്റേജ് ഏതായിരുന്നു? സൈഗോട്ടീൻ ആണ്. സൈഗോട്ടീനിൽ അറ്റ് ദ സ്റ്റേജ് ഓഫ് ക്രോമസോം സ്റ്റാർട്ട്സ് പെയറിങ് ടുഗദർ. ഈ ഒരു സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്? ക്രോമസോംസ് പെയർ ചെയ്യാനായിട്ട് തുടങ്ങുന്നു, തമ്മിൽ പെയറിങ് നടക്കുന്നു. ദിസ് പ്രോസസ് ഓഫ് അസോസിയേഷൻ ഈസ് കോൾഡ് സ്നാപ്സിസ്. ഇതിനെയാണ് നമ്മൾ സ്നാപ്സിസ് എന്ന് പറയുന്നത്. ക്രോമസോം സിനാപ്സിസ് ഈസ് അക്കമ്പൈൻഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് എ കോംപ്ലക്സ് സ്ട്രക്ചർ. അപ്പോൾ ഈ ഒരു ക്രോമസോം സിനാപ്സിസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് അക്കമ്പൈൻ ചെയ്യുന്നത് ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ അതിൻ്റെ ഫോർമേഷൻ വഴിയാണ്. അതിനെ നമ്മൾ ആ ഒരു കോംപ്ലക്സ് സ്ട്രക്ചറിനെ നമ്മൾ സിനാപ്റ്റോംനീമൽ കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. ദ കോംപ്ലക്സ് ഫോംഡ് ബൈ എ പെയർ ഓഫ് സിനാപ്സ്ഡ് ഹോമോലോഗസ് ക്രോമസോം ഈസ് കോൾഡ് ബൈവാലൻറ്റ് ഓർ ടെട്രാഡ്. പാക്കറ്റീനിൽ എന്താ നടക്കുന്നത്? ഡ്യൂറിങ് ദിസ് സ്റ്റേജ് ദ 4 ക്രോമാറ്റിഡ്സ് ഓഫ് ഈച്ച് ബൈവാലൻറ്റ് ക്രോമസോം ബിക്കം ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് ക്ലിയർലി അപ്പിയർ ആസ് ടെട്രാഡ്. ഈച്ച് ബൈവാലൻറ്റ് ക്രോമസോമിൻ്റെയും 4 ക്രോമാറ്റിഡുകൾ ബിക്കം ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് ക്ലിയർലി അപ്പിയർ ആസ് ടെട്രാഡ്. ഇത് ക്ലിയർലി ഒരു ടെട്രാഡായിട്ട് അപ്പിയർ ചെയ്യുന്നു. ഹോമോലോഗസ് ക്രോമസോംസിൻ്റെ നോൺ സിസ്റ്റർ ക്രോമാറ്റുകളുടെ അതിൻ്റെ ക്രോസിംഗ് ഓവർ നടക്കുന്ന ആ ഒരു സൈറ്റ് ആണ് നമ്മൾ റീകോമ്പിനേഷൻ നോഡ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അപ്പിയറൻസ് ആണ് ഈ ഒരു സ്റ്റേജിൻ്റെ
ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ ക്രോസിംഗ് ഓവർ ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ ടു ഹോമോലോഗസ് ക്രോമസോംസ്. ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ജനറ്റിക് മെറ്റീരിയൽസിൻ്റെ എക്സ്ചേഞ്ച്, രണ്ട് ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിൽ അവയുടെ ജനറ്റിക് മെറ്റീരിയലിൻ്റെ എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ക്രോസിംഗ് ഓവർ ഓൾസോ ആൻ എൻസൈം മീഡിയേറ്റഡ് പ്രോസസ്സ്. ഇതൊരു എൻസൈം മീഡിയേറ്റഡ് പ്രോസസ്സ് കൂടിയാണ്. ആൻഡ് ദ എൻസൈം ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന എൻസൈമിനെ പറയുന്നതാണ് റീകോമ്പിനേസ് എന്ന് പറയുന്നത്. ക്രോസിംഗ് ഓവർ ലീഡ്സ് ടു റീകോമ്പിനേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽസ് ഓൺ ദ ടു ക്രോമസോംസ്. ഈ രണ്ട് ക്രോമസോംസിൽ ഈ ജനറ്റിക് മെറ്റീരിയലിൻ്റെ റീകോമ്പിനേഷനിൽ ഈ ഒരു ക്രോസിംഗ് ഓവർ ലീഡ് ചെയ്യുന്നു. ഡിപ്ലോട്ടീൻ ഫേസിൽ നടക്കുന്നത് ദ ബിഗിനിങ് ഓഫ് ദ ഡിപ്ലോട്ടീൻ ഫേസ്. ഇപ്പോൾ ഈ ഡിപ്ലോട്ടീൻ ഫേസ് ആരംഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് രണ്ട് കാര്യങ്ങളിലൂടെയാണ്. ഫസ്റ്റ് വൺ ആണ് ബൈ ദ ഡിസൊല്യൂഷൻ ഓഫ് ദ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ്. ഈ സിനാപ്റ്റോനീമൽ കോംപ്ലക്സിൻ്റെ ഡിസൊല്യൂഷൻ വഴി. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ദ ടെൻഡൻസി ഓഫ് ദ റീകമ്പൈൻഡ് ഹോമോലോഗസ് ക്രോമസോംസ് ഓഫ് ബൈവാലൻറ്റ് ടു സെപ്പറേറ്റ് ഫ്രം ഈച്ച് അതർ എക്സെപ്റ്റ് അറ്റ് ദ സൈറ്റ് ഓഫ് ക്രോസ് ഓവേഴ്സ്. അതായത് ക്രോസ് ഓവർ ചെയ്തിട്ടുള്ള ആ ഒരു സൈറ്റ് ഒഴികെ ബാക്കി എല്ലാതും ഈ ഒരു ബൈവാലൻ്റ് റീകമ്പൈൻഡ് ഹോമോലോഗസ് ക്രോമസോംസിന് ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും അതിന് സെപ്പറേറ്റ് ഫ്രം ഈച്ച് അതർ, അതിന് സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും അതിലുണ്ടാവും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ഈ ഒരു ഡിപ്ലോട്ടീൻ എന്ന് പറയുന്ന ഫേസിൻ്റെ ബിഗിനിങ് ആയി എന്ന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതിലുള്ള ദീസ് എക്സ് ഷേപ്പ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ സ്ട്രക്ചേഴ്സ് കോൾഡ് കയാസ്മാറ്റ. അതിനെയാണ് നമ്മൾ കയാസ്മാറ്റ എന്ന് വിളിക്കുന്നത്. ഡയാകൈനസിസ്. ഈ ഒരു സ്റ്റേജിൽ ഹിയർ ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മാറ്റ ഒക്കേഴ്സ്. ഇവിടെ നടക്കുന്നത് ഈ ഒരു കയാസ്മാറ്റയുടെ ടെർമിനലൈസേഷനാണ്. ഈ ഒരു ഫേസിൽ ഡ്യൂറിങ് ദിസ് ഫേസ് ഈ ക്രോമസോംസ് ആർ ഫുള്ളി കണ്ടൻസ്ഡ്. ക്രോമസോംസ് എല്ലാം ഫുള്ളി കണ്ടൻസ്ഡ് ആയിരിക്കും. ആൻഡ് ദ മിയോട്ടിക് സ്പിൻഡിൽസ് ഈസ് അസംബിൾഡ് ടു പ്രിപ്പയർ. എന്താ ചെയ്യുന്നത്? ഈ മിയോട്ടിക് സ്പിൻഡിൽസ് അസംബിൾ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിപ്പയർ ദ ഹോമോലോഗസ് ക്രോമസോംസ് ഫോർ സെപ്പറേഷന് വേണ്ടിയിട്ട് ഈ ഒരു ഹോമോലോഗസ് ക്രോമസോംസിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബൈ ദ എൻഡ് ഓഫ് ഡയാകൈനസിസ്, ഈ ഡയാകൈനസിൻ്റെ എൻഡൊക്കെ ആകുമ്പോൾ ദ ന്യൂക്ലിയോലസ് ഡിസപ്പിയേഴ്സ്. ന്യൂക്ലിയോലസ് അവിടെ ഡിസപ്പിയർ ആവുന്നു. ആൻഡ് ദ ന്യൂക്ലിയർ എൻവലപ്പ് ഓൾസോ ബ്രേക്സ് ഡൗൺ. ന്യൂക്ലിയർ എൻവലപ്പ് അവിടെ ബ്രേക്ക് ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് മെറ്റാഫേസ് 1 ആണ്. മെറ്റാഫേസ് 1 എന്താ പറയുന്നത്? ഈ ഒരു ബൈവാലൻ്റ് ആയിട്ടുള്ള ക്രോമസോംസ് അലൈൻസ് ഓൺ ദ ഇക്വറ്റോറിയൽ പ്ലേറ്റിൽ ഈ ബൈവാലൻ്റ് ക്രോമസോംസ് അലൈൻ ചെയ്യുന്നു. ഓപ്പോസിറ്റ് പോൾസിൽ ഉള്ള സ്പിൻഡിൽസിൽ നിന്നുള്ള മൈക്രോട്യൂബ്യൂൾസ് ഈ ഒരു ഹോമോലോഗസ് ക്രോമസോംസിൻ്റെ കൈനറ്റോകോറുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. നെക്സ്റ്റ് അനാഫേസ് 1 എന്താ നടക്കുന്നത്? ഈ ഒരു ഹോമോലോഗസ് ക്രോമസോം സെപ്പറേറ്റ് വൈൽ സിസ്റ്റർ ക്രോമാറ്റിഡ് റിമെയിൻ associated at their centromere. Telophase 1, the nuclear membrane and nucleolus reappear. എന്താ സംഭവിക്കുന്നത്? ന്യൂക്ലിയോലസും അതുപോലെ തന്നെ ന്യൂക്ലിയർ മെംബ്രെയിനും റീഅപ്പിയർ ചെയ്യുന്നു. സൈറ്റോകൈനസിസ് ഫോളോസ് ആൻഡ് ദിസ് ഈസ് കോൾഡ് ഡയാഡ് ഓഫ് സെൽസ്. ഇതിനെയാണ് നമ്മൾ ഡയാഡ് ഓഫ് സെൽസ് എന്ന് പറയുന്നത്. ഇൻ്റർകൈനസിസ് എന്ന് പറഞ്ഞാൽ ദ സ്റ്റേജ് ബിറ്റ്വീൻ ടു മിയോട്ടിക് ഡിവിഷൻസ്. രണ്ട് മിയോട്ടിക് ഡിവിഷൻ്റെ ഇടയിലുള്ള ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഇൻ്റർകൈനോസിസ് എന്ന് പറയുന്നത്. ഇത് ജനറലി ഷോർട്ട് ലിവ്ഡ് ആയിരിക്കും. ദർ ഈസ് നോ റെപ്ലിക്കേഷൻ ഓഫ് DNA ഡ്യൂറിങ് ഇൻ്റർകൈനസിസ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ DNA റെപ്ലിക്കേഷനൊന്നും നടക്കുന്നില്ല. മിയോസിസ് 2 അത് ഫസ്റ്റ് സ്റ്റേജാണ്. പ്രോഫേസ് 2 അതിൽ പറയുന്നത് മിയോസിസ് 2 എന്ന് പറയുന്നത് ഇനീഷ്യേറ്റഡ് ആവുന്നത് സൈറ്റോകൈനസിന് ശേഷം ഇമ്മീഡിയറ്റ് ആയി തന്നെ ഈ ഒരു മിയോസിസ് 2 എന്ന് പറയുന്നത് ഇനീഷ്യേറ്റഡ് ആവുന്നു. ബിഫോർ ദ ക്രോമസോംസ് ഹാവ് ഫുള്ളി ഇലോങ്ങേറ്റഡ്. അതായത് ഈ ക്രോമസോംസ് ഫുള്ളി ഇലോങ്ങേറ്റഡ് ആവുന്നതിന് മുമ്പ് തന്നെ ഈ മിയോസിസ് 2 ഇനീഷ്യേറ്റഡ് ആവുന്നു. ഇൻ കോൺട്രാസ്റ്റ് ടു മിയോസിസ് 2 എന്ന് പറയുന്നത് റിസംബിൾസ് എ നോർമൽ മൈറ്റോസിസ്. ദ ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയേഴ്സ് ബൈ ദ എൻഡ് ഓഫ് പ്രോഫേസ് 2. ഈ പ്രോഫേസ് 2ൻ്റെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഇതിലുള്ള ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയർ ചെയ്യുന്നു. ദ ക്രോമസോംസ് അഗെയിൻ ബിക്കം കോമ്പാക്റ്റ്. മെറ്റാഫേസ് 2 ഈ ഒരു സ്റ്റേജിൽ ക്രോമസോംസ് ഇക്വേറ്ററിൽ വന്നിട്ട് അലൈൻ ചെയ്യുന്നു. ഈ സ്പിൻഡിൽസ് ഓപ്പോസിറ്റ് പോളിലുള്ള സ്പിൻഡിൽസിൽ നിന്നുള്ള മൈക്രോട്യൂബ്യൂൾസ് വന്നിട്ട് കൈനറ്റോകോസ് അതായത് സിസ്റ്റർ ക്രോമാറ്റിഡ്സിൻ്റെ കൈനറ്റോകോസുമായിട്ട് അറ്റാച്ച്ഡ് ആവുന്നു. നെക്സ്റ്റ് ആണ് അനാഫേസ് 2.
അനാഫേസ് 2 പറയുന്നത് ഈ ഒരു സ്റ്റേജ് ബിഗെയിൻ ചെയ്യുന്നത് സൈമിൾട്ടേനിയസ് സ്പ്ലിറ്റിംഗ് ഓഫ് ദ സെൻട്രോമിയർ ഓഫ് ഈച്ച് ക്രോമസോംസ്. ഓരോ ക്രോമസോമിൻ്റെയും സെൻട്രോമിയറിൻ്റെ സ്പ്ലിറ്റിങ്, സൈമിൾട്ടേനിയസ് സ്പ്ലിറ്റിങ്, അതുമായിട്ടാണ് ഈ ഒരു സ്റ്റേജ് ബിഗെയിൻ ചെയ്യുന്നത്. allowing them to move towards opposite pole of the cell by shortening of microtubules attached to the kinetochores. ലാസ്റ്റ് സ്റ്റേജ് ടീലോഫേസ് 2 ആണ്. ടീലോഫേസ് 2 പറയുന്നത് മിയോസിസ് എൻഡ് വിത്ത് ടീലോഫേസ് 2. ടീലോഫേസ് 2 എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജാണ് മിയോസിസിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ വിച്ച് ദ 2 groups of chromosomes once again get enclosed by nuclear envelope. ഈ 2 ഗ്രൂപ്പ് ഓഫ് ക്രോമസോംസ് എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി once again enclosed with the nuclear envelope. ന്യൂക്ലിയർ എൻവലപ്പ് അതിനെ എൻക്ലോസ് ചെയ്യുന്നു. സൈറ്റോകൈനസിസ് follows resulting in the formation of tetrad of cells ഫോം ചെയ്യുന്നു. ദെൻ അതായത് 4 ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസ് അവിടെ ഫോം ചെയ്യുന്നു.